നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. എൻഡോസൾഫാൻ സംസ്ഥാന ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എൻഡോസൾഫാൻ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകി. പെരിയയിൽ ചെറുവിമാനത്താവളം നടപടി ത്വരിതപ്പെടുത്തും. കർഷകരെ നേരിൽ കാണാൻ മന്ത്രി KP മോഹനനെത്തി. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ആദ്യമായി എത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കാസർഗോഡ് ഊഷ്മള സ്വീകരണം. കാസർഗോട്ടേക്ക് ട്രെയിൻ മാർഗം എത്തിയ മുഖ്യമന്ത്രിയെ DCC പ്രസിഡന്റ് K വേളുത്തമ്പു, മുൻ MLA മാരായ ചെർക്കളം അബ്ദുള്ള, CT അഹമ്മദ് അലി, KP ഫൈസൽ, ജോമോൻ ജോസ് തുടങ്ങിയവർ സ്വീകരിച്ചു. പ്രവർത്തകരുടെ ആവേശത്തിൽ മുഖ്യമന്ത്രിയെ വളരെ പണിപ്പെട്ടാണ് പോലീസ് റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിച്ചത്. എൻഡോസൾഫാൻ കാസർഗോഡിൻ്റെ മാത്രമല്ല സംസ്ഥാന ദുരന്തം തന്നെയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാസർഗോഡ് പ്രസ്താവിച്ചു. കാസർഗോഡിനെ സമ്പൂർണ്ണ ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കീടനാശിനികൾക്കും മാരക ഫലങ്ങളുണ്ടാക്കുന്ന രാസവളങ്ങൾക്കും ജില്ലയിൽ നിയന്ത്രണമുണ്ടാകും. എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതിയുടെ അവലോകന ചർച്ചയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായത്. ജില്ലയിൽ മെഡിക്കൽ കോളേജും സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയും സംബന്ധിച്ച നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുള്ളതിനാൽ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് തിരുവനന്തപുരത്ത് വെച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം പൂർണ്ണമായും ഗവൺമെന്റിന് വേണ്ടി നിങ്ങൾക്ക് ഉറപ്പു തരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദുരിതം അനുഭവിക്കുന്നവരുടെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ കാസർഗോഡിൻ്റെയോ മാത്രമായിരിക്കത്തില്ല, ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ പൊതുവായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. പക്ഷേ ഈ ശ്രമം വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് മാത്രം പോരാ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മാത്രം പോരാ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും പൊതുജനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു പൊതു ദുരിതമായി ഇതിനെ കണ്ടുകൊണ്ട് അതിന് സഹായം നൽകേണ്ടത് അവർക്ക് വന്നിട്ടുള്ള ഈ തീരാ നഷ്ടത്തിന് നമുക്കെന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒത്തൊരുമിച്ച് മുമ്പോട്ട് നീങ്ങണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്നതിനാണ്. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് അവലോകന യോഗം നടന്നത്. മംഗലാപുരം, പരിയാരം മെഡിക്കൽ കോളേജുകളിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വിദഗ്ധ ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും കൂടുതൽ പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഡോക്ടർമാരെയും നിയമിക്കാനും ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻഡോസൾഫാൻ കീടനാശിനി പ്രയോഗം മൂലം മരണമടഞ്ഞ 500 പേരുടെ ആശ്രിതർക്ക് 1/2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നാണ് കഴിഞ്ഞ LDF സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ 176 പേരുടെ ആശ്രിതർക്ക് മാത്രമാണ് സഹായധനം നൽകിയത്. എൻഡോസൾഫാൻ ദുരിതം കണ്ടറിഞ്ഞാണ് 486 പേരുടെയും ആശ്രിതർക്ക് 1 ലക്ഷം രൂപ വീതം നൽകാൻ UDF സർക്കാർ തീരുമാനിച്ചത്. ദുരിതബാധിതരെ സഹായിക്കാൻ കൂടുതൽ സഹായത്തിനായി പ്രധാനമന്ത്രിയെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആരോഗ്യവകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്, പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ, മന്ത്രിമാരായ KP മോഹനൻ, AP അനിൽകുമാർ, P കരുണാകരൻ MP, MLA മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, K കുഞ്ഞിരാമൻ ഉദുമ, E ചന്ദ്രശേഖരൻ, K കുഞ്ഞിരാമൻ തൃക്കരിപ്പൂർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതം മൂലം വിവിധ പഞ്ചായത്തുകളിൽ മരണമടഞ്ഞ 486 പേരുടെ ആശ്രിതർക്ക് 1 ലക്ഷം രൂപ വീതം സഹായധനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിതരണം ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ എൻഡോസൾഫാൻ ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക വിതരണം ചെയ്തത്.
തുക ഓരോ കുടുംബത്തിന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓൺലൈനായി നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതുകൂടാതെ നേരത്തെ 50,000 രൂപ വീതം വിതരണം ചെയ്ത 176 കുടുംബങ്ങൾക്ക് വീണ്ടും 50,000 രൂപ വീതം മുഖ്യമന്ത്രി നൽകി. 2008 ശേഷം എൻഡോസൾഫാൻ ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിഹാരധനം വിതരണത്തിന് തെരഞ്ഞെടുത്തു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പി. കരുണാകരൻ MP, MLA-മാരായ PB അബ്ദുൾ റസാഖ്, NA നെല്ലിക്കുന്ന്, K. കുഞ്ഞിരാമൻ, E. ചന്ദ്രശേഖരൻ, K. കുഞ്ഞിരാമൻ ഉദുമ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, ജില്ലാ കളക്ടർ KN സതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഐസ്ക്രീം കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം കൊണ്ട് ഒരു കേസും അട്ടിമറിക്കപ്പെടുന്നില്ലെന്ന് മുഖ്യമന്ത്രി കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും കോഴിക്കോട് ഐസ്ക്രീം കേസുമായി ബന്ധപ്പെട്ടാണ് ആരോപണമെങ്കിൽ ഇപ്പോൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ തുടരുമെന്നും മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൊണ്ട് ഒരു കേസും അട്ടിമറിക്കപ്പെടത്തില്ല, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. അദ്ദേഹം കോഴിക്കോട് ഐസ്ക്രീം കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏത് ഉദ്യോഗസ്ഥൻ മാറിയാലും ആ സ്പെഷ്യൽ ടീമിൽ ആ ഉദ്യോഗസ്ഥൻ തുടരും. LDFിൻ്റെ കാലത്തും ആ അന്വേഷണത്തിന് മുഖ്യമായി പങ്കുവഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ വിജയൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ തൃശ്ശൂരേക്ക് മാറ്റി. പക്ഷേ അദ്ദേഹം ആ ടീമിൽ തന്നെ തുടരുക എന്ന് പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ മാറ്റിയാൽ തന്നെ, മാറ്റിയതായിട്ട് എനിക്ക് അറിയില്ല, അത് വല്ലതും ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ഏത് സ്ഥാനത്തേക്ക് മാറിയാലും ഇപ്പോഴത്തെ ആ അന്വേഷണ ചുമതല തുടരും. സ്പെഷ്യൽ ടീമിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. പഴയ ഗവൺമെൻറ് നിയോഗിച്ച സ്പെഷ്യൽ ടീം തന്നെയായിരിക്കും ആ കേസ് അന്വേഷിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന P. ശശിക്കെതിരായ ആരോപണത്തിന് ഗവൺമെന്റിന്റെ മുന്നിൽ പരാതി വന്നാൽ നിയമപരമായി മുന്നോട്ട് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലാതെ ആരെയും വേട്ടയാടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇതുവരെ ഇക്കാര്യത്തിൽ പോലീസിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഒരിടവേള. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗം, നിയോനാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. പെരിയയിലെ ചെറുവിമാനത്താവളം നടപടി വേഗത്തിലാകുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ബേക്കൽ ടൂറിസവുമായി ബന്ധപ്പെടുത്തി പെരിയയിലെ കനിങ്കുണ്ടിൽ നിർമ്മിക്കുന്ന ചെറുവിമാനത്താവളത്തിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. നിർദ്ദിഷ്ട വിമാനത്താവളത്തിനായി കനിങ്കുണ്ടിൽ നീക്കിവെച്ച സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ 100 ഏക്കർ സ്ഥലമാണ് ഇതിനായി നീക്കിവെച്ചിട്ടുള്ളത്. വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിക്കപ്പെടുന്നവർക്ക് പകരം ഭൂമി കണ്ടെത്തി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. റവന്യൂ അധികൃതരും BRDC അധികൃതരും മന്ത്രിയുടെ കൂടെയുണ്ടായിരുന്നു. പെരിയയിലെ ചെങ്ങറ കുടുംബങ്ങൾക്ക് ആശ്വാസ നടപടികളുമായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും AP അനിൽകുമാറും എത്തി. പെരിയയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന ചെങ്ങറ കുടുംബങ്ങളുടെ ദുരിതങ്ങൾക്ക് ആശ്വാസ പ്രഖ്യാപനങ്ങളുമായി റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാറും ചെങ്ങറ കുടുംബങ്ങൾ താമസിക്കുന്ന പെരിയ നാലക്കരയിലെത്തി. സാധുജന വിമോചന സംയുക്ത വേദിയുടെ കൊടിക്കീഴിൽ അഭിവാദ്യങ്ങളും മുദ്രാവാക്യങ്ങളുമായാണ് ചെങ്ങറ കുടുംബങ്ങൾ മന്ത്രിമാരെ വരവേറ്റത്. പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മന്ത്രിമാരോട് സങ്കടങ്ങൾ പറഞ്ഞത്. കുടിവെള്ളവും റേഷനുമില്ലാതെ ദുരിതം തിന്നുകയാണെന്ന് കുടുംബങ്ങൾ മന്ത്രിമാരോട് സങ്കടപ്പെട്ടു. 25-നകം ഇവിടെ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് 25 കിലോ അരിയും 5 ലിറ്റർ മണ്ണെണ്ണയും ചെറുപയറും ലഭ്യമാകാൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ പഠനം മുടങ്ങിയ കുട്ടികളെ TC വാങ്ങിയെത്തുന്ന മുറയ്ക്ക് ഇവിടുത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ ചേർക്കാൻ നടപടിയെടുക്കണമെന്ന്
മന്ത്രി തിരുവഞ്ചൂർ കൂടെയുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദന് നിർദ്ദേശം നൽകി. പ്രാഥമിക സൗകര്യങ്ങൾക്കായി കക്കൂസുകൾ നിർമ്മിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞതായി പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രിയെ അറിയിച്ചു. ശ്മശാനത്തിന് ആവശ്യമായ സ്ഥലം കണ്ടെത്താനും നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി പഞ്ചായത്ത് പ്രസിഡന്റിന് നിർദ്ദേശം നൽകി. ആശ്വാസ നടപടികളെക്കുറിച്ച് തീരുമാനമായ ശേഷം മന്ത്രിമാർ ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ ചെങ്ങറ കുടുംബങ്ങളുമായി ചർച്ച ചെയ്തു. KR നാരായണൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലും സ്വന്തം പേരിലും ഭൂമി അനുവദിക്കണമെന്ന ആവശ്യമുയർത്തി ചെങ്ങറ കുടുംബങ്ങൾ തർക്കമുന്നയിച്ചു. ഇതേച്ചൊല്ലി ബഹളമുയർന്നപ്പോൾ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെടുകയുണ്ടായി. തർക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഒടുവിൽ പെരിയയിൽ താമസിക്കുന്ന 100 കുടുംബങ്ങൾക്കും ഇവിടെ തന്നെ ഭൂമി അനുവദിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. 50 ഏക്കർ ഭൂമി ഇതിനായി കണ്ടെത്തും. അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് ക്യാബിനറ്റ് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാരോടൊപ്പം ഡെപ്യൂട്ടി കളക്ടർ അബ്ബാസ്, സബ് കളക്ടർ ബാലകിരൺ, തഹസിൽദാർ K. സുബൈർ, ഉദുമ MLA K. കുഞ്ഞിരാമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C. രാജൻ, DCC സെക്രട്ടറിമാരായ A. ഗോവിന്ദൻ നായർ, തച്ചങ്ങാട് ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, വിനോദ് കുമാർ പള്ളയിൽ വീട്, സത്യൻ പൂച്ചക്കാട് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി KP മോഹനൻ. പെരിയയിൽ ഇൻഫുവിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കർഷകരുമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്ക് ആശ്വാസ നടപടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട കൃഷിക്കാരോട് അഭ്യർത്ഥിക്കാം. നമ്മളൊക്കെ തന്നെ ഒഴുക്കിനെതിരെ നീന്തിയവരാണ്. എന്താണ് വരാൻ പോകുന്നത് എന്ന് കണ്ടവർ കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടാകുമ്പോൾ അത് അതിൻ്റേതായ അർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. തിരക്കിനിടയിലും കർഷകരുമായി നേരിൽ സംവദിക്കാൻ തിങ്കളാഴ്ച രാവിലെ 7:30 മന്ത്രി പെരിയയിലെത്തിയിരുന്നു. വിവിധ ബാങ്കുകളിലായി എഴുതിത്തള്ളേണ്ട കടങ്ങളുടെ അപേക്ഷയുമായാണ് കർഷകർ എത്തിയത്. മുഖാമുഖത്തിൽ പങ്കെടുക്കാൻ 1000-ലധികം കർഷകർ പെരിയയിലെത്തി. K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിച്ചു. ഇൻഫു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി A. പത്മകുമാർ, ജോർജ് പൈനാപ്പിള്ളി, കാട്ടൂർ തമ്പാൻ നമ്പ്യാർ, P. രാഘവൻ നായർ, CK ശ്രീധരൻ, ഹരി പെരിയ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്ന് മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ. ഭരണകൂടവും പ്ലാന്റേഷൻ കോർപ്പറേഷനും നിഷ്കളങ്കരായ ജനക്കൂട്ടത്തിനുമേൽ അടിച്ചേൽപ്പിച്ച ദുരന്തമാണ് എൻഡോസൾഫാനെന്ന് മുൻ നിയമസഭാ സ്പീക്കറും കോൺഗ്രസ് നേതാവുമായ VM സുധീരൻ അഭിപ്രായപ്പെട്ടു. എൻഡോസൾഫാൻ ഇരകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണം. ഇവരുടെ ചികിത്സയ്ക്കായി കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്നും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സമഗ്ര ദുരിതാശ്വാസ പാക്കേജ് അനുവദിക്കണമെന്നും തിങ്കളാഴ്ച ജില്ല സന്ദർശിച്ച മുഖ്യമന്ത്രിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ചുമതലയേറ്റ ദിവസം തന്നെ ജില്ലയിലെ എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ ഭീകരത അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രി മാത്രമല്ല മെഡിക്കൽ കോളേജും ജില്ലയിൽ അനുവദിക്കണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും ഇക്കാര്യത്തിൽ ഇടപെടണം. കാഞ്ഞങ്ങാട്ടെ മാതൃഭൂമിയുടെ ആദ്യകാല ലേഖകനും സാമൂഹ്യ രാഷ്ട്രീയ ചികിത്സാ രംഗത്തെ പ്രമുഖനുമായിരുന്ന TKK നായരുടെ അനുസ്മരണാർത്ഥം രൂപീകരിച്ച TKK ഫൗണ്ടേഷന്റെ 5ാമത് പുരസ്കാരം പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ സായിറാം ഭട്ടിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗഹൃദത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ഉദാത്ത മാതൃകയാണ് TKK നായരെന്ന് സുധീരൻ പറഞ്ഞു. ഇന്നും എല്ലാവരുടെ മനസ്സിലും പച്ചപ്പായി നിറഞ്ഞു നിൽക്കാൻ ഈ സവിശേഷ വ്യക്തിത്വം സഹായകമായി. ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ മുൻ MLA അഡ്വക്കേറ്റ് K. പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ TKK അനുസ്മരണ പ്രഭാഷണം നടത്തി. അവാർഡ് ജേതാവിനെ അഡ്വക്കേറ്റ് MC ജോസ് പരിചയപ്പെടുത്തി. മടികൈ കമ്മാരൻ, സായിറാം ഭട്ട് എന്നിവർ സംസാരിച്ചു. T. മുഹമ്മദ് അസ്ലം സ്വാഗതവും AV രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. എൻഡോസൾഫാൻ സംസ്ഥാന ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എൻഡോസൾഫാൻ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകി. പെരിയയിൽ ചെറുവിമാനത്താവളം നടപടി ത്വരിതപ്പെടുത്തും. കർഷകരെ നേരിൽ കാണാൻ മന്ത്രി KP മോഹനൻ എത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.